ഹലോ അച്ഛാ. മോളെ പാറു, അമൃത ഒരു വീട് ശരിയാക്കി തന്നു. അത് പറയാനാ അച്ഛൻ വിളിച്ചത്. സത്യാണോ അച്ഛാ? അതെ മോളെ, അമൃതയുടെ അമ്മായിയുടെ വീടാ. അമ്മായിയെ അമൃത അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളും. നമുക്കിവിടെ സ്വന്തം വീട് പോലെ കഴിയാം. ഇപ്പോഴെനിക്ക് സമാധാനായത്. അമൃത ചേച്ചി അടുത്തുണ്ട് അച്ഛാ? ഉണ്ട് മോളെ. ഒന്ന് ഫോൺ കൊടുക്ക്. പാറുവിന് നിന്നോട് സംസാരിക്കണമെന്ന്. ഹലോ പാറു. അമൃത ചേച്ചി, അച്ഛന്റെ അമ്മയുടെയും ചേച്ചിയുടെയും കാര്യം ആലോചിച്ചിട്ട് ഞാനിവിടെ കിടന്ന് ഉരുകയായിരുന്നു. സഹായിക്കാൻ അമൃത ചേച്ചിയെങ്കിലും ഉണ്ടായല്ലോ. ഞാൻ എങ്ങനെ അമൃത ചേച്ചിയോട് നന്ദി പറയേണ്ടത്? നന്ദിയോ? നീ എന്നോട് നന്ദി പറയാനാ? മറ്റു കുട്ടികൾ 2 കാലിൽ ഓടിച്ചാടി നടക്കുന്നത് സങ്കടത്തോടെ നോക്കി നിന്ന എന്റെ അമ്പാടിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഒരു കുറവില്ലാത്ത ആളെ പോലെ അവനിപ്പോ നടക്കുന്നത്. അത് നീ കാരണ. പാറു കഷ്ടപ്പെട്ടതുകൊണ്ടാ, പാറു ദയ കാണിച്ചതുകൊണ്ടാ. അത് ഞാൻ മറന്നുപോയാ ദൈവം എന്നോട് പൊറുക്കില്ല പാറു. ഞാൻ ചെയ്തത് എന്റെ കടമയാ. നിന്റെ വാനരപ്പട എവിടെയുണ്ട്? ഫോൺ കൊടുക്കണം. പാറുവിനെ ഒന്നും പേടിക്കണ്ട. അച്ഛനെ അമ്മയെ ലക്ഷ്മി ചേച്ചി ഇനി ഞാനും അപ്പു അമ്പാടിയും കൂടി നോക്കിക്കോളാം. രുദ്രപ്രതാപനും സുന്ദരേഷനും ഇനി ഇവിടെ വന്നാ ഞങ്ങൾ 3 പേര് കൂടി അവരുടെ മൂക്കിടിച്ച് പരത്തും. എനിക്ക് സംസാരിക്കണം. പാറു, ഞങ്ങള് വിളിച്ചപ്പോഴേ അച്ഛനും അമ്മയും ലക്ഷ്മി ചേച്ചി എന്താ പറഞ്ഞെന്നറിയാമോ? ഞങ്ങള് വരുന്നില്ല, വന്നാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂന്ന്. അപ്പൊ അമ്പാടി ഒരു പണി ഒപ്പിച്ചു. അതുകൊണ്ടാ അമ്മ അച്ഛനും ലക്ഷ്മി ചേച്ചി ഇങ്ങോട്ട് വരാൻ തയ്യാറായത്. എന്ത് പണി? പാറു അല്ലേ അമ്പാടിക്ക് കാല് മേടിച്ചു കൊടുത്തത്. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഈ കാല് വെച്ച് നടക്കില്ലെന്ന് അമ്പാടി പറഞ്ഞു. കാലൂരി കൊടുക്കാനും നോക്കി. അപ്പോഴാ 3 പേര് സമ്മതിച്ചത്. കരയല്ലേ പാറു, കരയല്ലേ? എടാ അമ്പാടി, നീതു, നമ്മളെ പാറു കരയ. പാറു, നീ കരഞ്ഞ എനിക്കും കരച്ചിൽ വരും. കരയല്ലേ പാറു? നീ അമ്പാടിക്ക് ഫോൺ കൊടുക്ക്. അമ്പാടി നിന്നോട് സംസാരിക്കണമെന്ന്. പാറു, നിന്നോട് ഞാൻ എങ്ങനെയാടാ നന്ദി പറയേണ്ടത്? കരയല്ലേ പാറു? നിങ്ങളെ പോലുള്ള കൂട്ടുകാരുള്ളപ്പോ ഞാൻ എന്തിനാടാ കരയുന്നേ? ഇനി ഞാൻ കരയില്ല. സത്യം. സത്യം. അമ്പാടി, അച്ഛന് ഫോൺ കൊടുക്ക്. മോളെ, അച്ഛനിപ്പോ കുറച്ച് സമാധാനായില്ലേ? നമ്മുടെ കയ്യിലുള്ളതെല്ലാം തട്ടിയെടുത്ത് നമ്മളെ തെരുവിലേക്ക് ഇറക്കി വിട്ട ആ രുദ്രപ്രതാപിന്റെയും സുന്ദരേഷിന്റെയും മുൻപില് നമ്മള് തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും അച്ഛാ. അന്തസ്സായി ജീവിക്കുന്നത് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും. അച്ഛന്റെ പാറുവായി പറയുന്ന അച്ഛനിനി ഒന്നും ആലോചിച്ച് മനസ്സ് വിഷമിക്കണ്ട. ശരി അച്ഛാ. ശരി മോളെ. കരുണാകരൻ സാറിനെ ഒരു ജോലി ഏൽപ്പിച്ച അത് വെടിപ്പായി ചെയ്യുമെന്നായിരുന്നു എന്റെ വിശ്വാസം. കരുണാകരൻ സാറിനെ ഏൽപ്പിച്ച പണി പാളുമെന്ന് നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ പാർവതിയെ പുറത്താക്കാൻ ഞാൻ വേറെ വഴി നോക്കുമായിരുന്നു. കരുണാകരൻ സാറിനേക്കാൾ മിടുക്കന്മാരായ ആൾക്കാര് ഈ ടൗണിൽ ഇഷ്ടം പോലെയുണ്ട്. എന്റെ കയ്യിൽ നിന്ന് എന്ത് പിഴ പറ്റിയിരിക്കുന്ന മാഡം? അത് മാഡം പറഞ്ഞില്ല. മാഡം പറഞ്ഞതുപോലൊക്കെ തന്നെ ഞാൻ ചെയ്തില്ലേ? ബെഞ്ചമിന് പേരുള്ള ഒരു 3-ആം ക്രിമിനലിനെ കൊണ്ടുവന്ന് അവൻ ചോദിച്ച കാശും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നാടകം കളിപ്പിച്ചു. ഫുട്പാത്ത് കച്ചവടക്കാരന്റെ വേഷം അവൻ നന്നായിട്ട് അഭിനയിച്ചപ്പോ പാർവതിക്ക് കിട്ടിയത് പെരുങ്കള്ളി എന്ന ചീത്തപ്പേരാ. അവളെ വെള്ളപൂശം വന്നവരൊക്കെ ഞാൻ മുട്ടുകുത്തിച്ചില്ലേ? മാഡത്തിന്റെ കൂടെ തന്നെ ഞാൻ അവളുടെ കഴുത്തിന് പിടിച്ച് പുറത്തു കളഞ്ഞില്ലേ? മാഡം പറഞ്ഞു തന്ന പ്ലാൻ അതേപടി ഞാൻ ചെയ്തു കാണിച്ചെന്നില്ലേ? പിന്നെന്താ മാഡം എന്നെ ചാടി കടിക്കാൻ പറഞ്ഞേ? അവളിപ്പോ എവിടെയുണ്ട്? രഘുവിനെ വിട്ട് ഞാൻ അന്വേഷിച്ചിരുന്നു. രഘു, പറഞ്ഞു കൊടുക്ക്. ഇവിടത്തെ ജോലി പോയി. ഇനി ഈ ടൗണിലുള്ള ഗാർമെന്റ്സിലൊന്നും അവൾക്ക് ജോലി കിട്ടേയില്ല. കള്ളിയല്ലേ? ഇനി ഇവിടെ എന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായോണ്ട് കെട്ടും മാറാപ്പൊക്കെ എടുത്ത് സ്ഥലം വിട്ടെന്നാ ഞാൻ അറിഞ്ഞത്.
അവൾ അവളെ നാട്ടിലേക്ക് പോയി. അവളുടെ ഹോസ്റ്റലിൽ പോയി നോക്ക്. കെട്ടും മാറാപ്പും എടുത്ത് നാട്ടിലേക്ക് പോയിന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അവള് ഇപ്പോഴും അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം അവിടെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. നാട്ടിലേക്ക് തിരിച്ചു പോകാൻ അവള് ബസ് കയറിയെന്നുള്ളത് സത്യം തന്നെയാ. അവളെ തിരിച്ചു വിളിച്ച് ഹോസ്റ്റലിൽ കൊണ്ടാക്കിയത് ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? കൈലാസ്. മാഡം, പെരുങ്കള്ളി എന്ന് വിളിച്ച് നമ്മൾ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കി അവളെ കൈലാസ ഹോസ്റ്റലിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. രാജകീയമായ ആ വരവൊന്ന് കാണണമായിരുന്നു. പാർവതി മോഷണം നടത്തിയെന്ന് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാലും കൈലാസ് വിശ്വസിക്കില്ലത്രേ. നമ്മൾ അവളെ കൈയോടെ പിടികൂടിയതാണെന്ന് അവനോട് പറയാമായിരുന്നില്ലേ മാഡത്തിന്? ഇവിടെയുള്ളൊരു മുഴുവനും ദൃക്സാക്ഷികളാണെന്ന് മാഡത്തിന് പറയാമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാ. അതിനും അവൻ എന്നോട് ചൂടായി. കൃത്യമായി അന്വേഷിക്കുക പോലും ചെയ്യാതെ പാർവതിയെ പുറത്താക്കിയെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അവളെ നമ്മളെ ചവിട്ടി പുറത്താക്കിയതുപോലെ CEO പോസ്റ്റിൽ നിന്ന് അവൻ എന്നെയും ചവിട്ടി പുറത്താക്കിയനെ. അവൻ പറയുന്നത് മുഴുവൻ മിണ്ടാതെ നിന്ന് കേൾക്കേണ്ടി വന്നു എനിക്ക്. കൈലാസ് ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. കാശിന് വകയില്ലാത്ത, കാശിന് കൊള്ളാത്ത അവളെ അവൻ എന്തിനാ തലയിലേറ്റി കൊണ്ടു നടക്കണമെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അതല്ല ഇവിടുത്തെ വിഷയം. കൈലാസിന്റെ സംസാരം കേട്ടിട്ട് അവൻ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഇവിടെ നടന്നതെന്ന് കണ്ടുപിടിക്കാൻ അവൻ ശ്രമിക്കും. കൈലാസ് എന്ത് ചെയ്യാനാ മാഡം? മാഡത്തിനെ വരട്ടിയ പോലെ എന്നെയും വരട്ടുമായിരിക്കും. പാർവതി പെരുങ്കള്ളിയാണെന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കും. ദൃക്സാക്ഷിയെ പ്രിയനെയും മോഹനെയും ജയന്തിയെയും സൗന്ദര്യയും അവന്റെ മുമ്പിൽ ഞാൻ നിർത്തി കൊടുക്കുകയും ചെയ്യും. കൈലാസിന്റെ നാവടക്കണ കാര്യം ഞാൻ ഏറ്റു. മാഡം അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. കൈലാസ ബെഞ്ചമിനെ പൊക്കുമെന്ന എന്റെ പേടി. ബെഞ്ചമിൻ പിടി കൊടുക്കുകയൊന്നുമില്ല മാഡം. പിടി കൊടുക്കില്ല എന്ന് വെറുതെ പറഞ്ഞാ പോരാ. ബെഞ്ചമിൻ പിടി കൊടുക്കില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അയാളോട് കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറയും. നീ അവനെ വിളിക്ക്. ഫോൺ സ്പീക്കറിലിട്. ഞാൻ സംസാരിച്ചോളൂ അവനോട്. The number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലേ? മാഡം ടെൻഷൻ അടിക്കല്ലേ. കയ്യിൽ കുറച്ച് കാശ് വന്നാ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഏതെങ്കിലും ബാറിൽ പോയിരിക്കുന്നതാ അവന്റെ സ്വഭാവം. ഇനി അവൻ ഫോൺ ഓൺ ചെയ്യണമെങ്കിൽ ആ കാശ് തീരണം. ഹലോ, ഉണ്ട്, വരാം. കൈലാസ് വന്നിട്ടുണ്ട്. നമ്മളോടങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. സൗസൗ, നീ പാറു. ഇവളെന്താ ഇവിടെ? കൈലാസ് സാർ, ഇവളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്? പാർവതി ഇവിടുത്തെ ജീവനക്കാരിയല്ലേ? ആയിരുന്നു, പക്ഷെ ഇപ്പോഴല്ല. മുക്തമാണ് അവളെ ഇവിടെ നിന്ന് പുറത്താക്കിയതാ. പുറത്താക്കിയോ? എന്തിന്? അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന ഡ്രസ്സ് നിസാര കാശിന് വേണ്ടി ഒരു ഫുട്പാത്ത് കച്ചവടക്കാരന് എടുത്തു കൊടുത്ത ഇവളെ ഈ ഗാർമെന്റ്സിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്തേക്കെറിഞ്ഞു. ഗുഡ് ജോബ്. ഈ സ്ഥാപനത്തിന്റെ ഗുഡ്വില്ലിനെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്താൽ പിന്നെ അയാളുടെ സ്ഥാനം ഈ മതിൽക്കെട്ടിന് പുറത്തായിരിക്കും. അത് പാർവതിയായാലും ആരായാലും. മുക്ത എടുത്തത് നല്ല തീരുമാനം തന്നെയാ. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ നിങ്ങളത് ചെയ്തത്. തീർച്ചയായും സാർ. കൃത്യമായ തെളിവില്ലാതെ ഞങ്ങൾ ഒരാളെ പുറത്താക്കില്ലല്ലോ സാർ.